ശ്രീജറായാണ്. ഇന്ന് രാവിലെ തന്നെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു. നമ്മുടെ പാലക്കാടത്തെ MLA രമേഷ് പിഷാരടി നിയമസഭയിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടപ്പോ അതിനൊരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയേട്ടാ. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് വന്നേക്കണത്. ആദ്യം നിങ്ങൾ രമേഷ് പിഷാരടി പറയണ എന്താണെന്ന് കേൾക്ക്. എനിക്കറിയില്ല. ഇൻക്ലൂസീവായി ചിന്തിക്കാൻ ഇന്ത്യയെ പഠിപ്പിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി നിൽക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിലേക്ക് വരുന്നത് എന്ന്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 200 കൊല്ലത്തെ ബ്രിട്ടീഷിന്റെ ഭരണം കഴിഞ്ഞിട്ടാണ്. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന്റെ ശതമാനം 12%. ലിറ്ററസി 12%. മനുഷ്യന്റെ ശരാശരി ആയുസ്, ഇന്ത്യക്കാരന്റെ ആയുസ് 35 വയസ്സാണ്. കമ്മ്യൂണിക്കേഷന് യാതൊരുവിധ മാർഗങ്ങളുമില്ല. റേഡിയോ പോലും ഒരു ഗ്രാമങ്ങളിലില്ല. ഭാഷയില്ല, വിദ്യാഭ്യാസമില്ല. മലേറിയയും കോളറയും പോലെയുള്ള വലിയ വലിയ അസുഖങ്ങൾ പിടിച്ചിരിക്കുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ലക്ഷ്യം റോഡുകളോ പാലങ്ങളോ ഒന്നും ആയിരുന്നില്ല. ഇന്ത്യ അത്ര പാലങ്ങളുമില്ല. ഇന്ത്യ നിവർത്തി നിർത്തുക, നേരെ നിൽക്കുക, നട്ടിൽ നിവർത്തി നിൽക്കാൻ പഠിപ്പിക്കുക എന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉദ്യമം ഏറ്റെടുത്ത് 19 വർഷം കൊണ്ട് ഇന്ത്യയെ ഹരിത വിപ്ലവത്തിലൂടെയും വ്യവസായിക വിപ്ലവത്തിലൂടെയും പഞ്ചവത്സര പദ്ധതികളിലൂടെയും നിവർത്തിയ ഒരു പ്രസ്ഥാനം. അങ്ങനെ നിൽക്കാൻ പഠിച്ചപ്പോഴാണ് BJP അധികാരത്തിലെത്തുന്നത്. BJPക്ക് അധികാരത്തിലെത്തുമ്പോൾ കയ്യിൽ മൊബൈൽ ഫോണുമായിട്ടുള്ള ഇന്ത്യക്കാരെയാണ് കിട്ടിയിട്ടുള്ളത്. 200 വർഷം ബ്രിട്ടീഷ് ഭരിച്ച ഇന്ത്യ കോൺഗ്രസിനും 54 വർഷം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യ BJPക്കും കിട്ടിയതുകൊണ്ടാണ് ഇപ്പൊ 10 കൊല്ലത്തിന് മുമ്പ് എന്താണ് ഇവർ ഉണ്ടാക്കിയതെന്നുള്ള ഒരു ചോദ്യം എപ്പോഴും കാണാൻ സാധിക്കുന്നത്. തന്നെ കേട്ടല്ല. അപ്പൊ ഇതിനൊരു മറുപടി രമേഷ് പിഷാരടി പറയുന്ന കാര്യങ്ങളൊക്കെ ചിലതൊക്കെ സത്യമുണ്ടാകും. കാരണം 200 വർഷം ബ്രിട്ടീഷുകാർ ഭരിച്ചത് കൊണ്ടാണ് കോൺഗ്രസിന് ഭരിക്കാൻ ചാൻസതും 54 വർഷം കോൺഗ്രസ്സുകാർ ഭരിച്ചുകൊണ്ടാണ് BJP ഭരിക്കണതും സത്യമാണ്. ഈ 200 വർഷത്തെ കണക്ക് പറയാം. 200 വർഷം ഇവിടെ ഇംഗ്ലീഷുകാര് അടിമത്തം നിറഞ്ഞ ഭരണം നടിച്ചപ്പോ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഒന്നിച്ചു നിന്നതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായതും ഇവിടെ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഭരിച്ചതും. ഇനി ആ 54 വർഷത്തെ ഭരണം, ആ ഭരണം ഇവിടത്തെ അതായത് ഇത്തരം ജനങ്ങളുടെ നികുതിയൊക്കെ എടുത്തിട്ട് അത് സ്വന്തം കാര്യത്തിന് വേണ്ടി നിൽക്കാൻ നേരത്ത് ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം, ഒരു കുടുംബത്തിന്റെ ആ നേതൃത്വത്തിൽ മാത്രം ഇന്ത്യൻ ഭരണം മുന്നോട്ട് പോയപ്പം ഭീകരവാദികൾക്ക് ഇവിടെ അഴിഞ്ഞാടാൻ അവസരം ഉണ്ടായപ്പോഴാണ് ഈ 54 വർഷത്തെ കോൺഗ്രസ് ഭരണം അവസാനിപ്പിച്ച് BJP എന്ന പ്രസ്ഥാനം ഇവിടെ തുടർച്ചയായിട്ട് ഭരിക്കണത്. അത് നിങ്ങൾ പറഞ്ഞ പോലെ കോൺഗ്രസ് ഉണ്ടായതിനു ശേഷം മൊബൈൽ ഫോൺ, BJP ഭരിക്കുമ്പോഴേക്കും ആൾക്കാരെ മൊബൈൽ ഫോൺ ഉണ്ടെന്ന്, അന്ന് റേഡിയോ ഉണ്ടായില്ല, വിദ്യാഭ്യാസം ഉണ്ടായില്ല, എല്ലാം പറയുന്നുണ്ട്. ശരിയാണ്. ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ വന്നതിന് ശേഷമാണ് ഈ കോൺഗ്രസ്സുകാർ, നിങ്ങളുടെ പാർട്ടിയിലെ അംഗങ്ങൾ കോൺഗ്രസ്സുകാരടക്കം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് അഴിമതികൾ നടത്തുന്നതും ഇവിടെ തീവ്രവാദികൾക്കും മറ്റും സപ്പോർട്ട് ചെയ്യുന്നതും പ്രീണന നയങ്ങൾ കൊണ്ടുവരുന്നതും ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയത്. ആ തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് 54 വർഷത്തെ നിങ്ങളുടെ ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് ഇന്ന് നരേന്ദ്രമോദിജി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ പോലല്ല. പണ്ട് ജനങ്ങൾ ഈ കേട്ടറിവ് അന്നത്തെ ആ കാര്യങ്ങൾ മാത്രമുള്ളൂ. അതായത് അന്ന് ഒത്തുകൂടാൻ വേറൊരു സംവിധാനം ഇല്ലാത്ത നിലയിൽ കോൺഗ്രസ് ആ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എല്ലാവരും ഒത്തുചേർന്നതിന്റെ ഫലമായിട്ട് ഭരണം കിട്ടി. സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് ഭരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് ചെയ്ത്. പക്ഷെ ആ ചെയ്തപ്പോ നിങ്ങൾ ഉദ്ദേശിച്ചത് സ്വന്തം കീശ വീർപ്പിക്കാനും അതുപോലെ തന്നെ ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം കോൺഗ്രസ് നിലനിന്നപ്പ അതിനെ തൂത്തെറിഞ്ഞെന്നുള്ളതാണ് സത്യം. രമേഷ് പിഷാരടി പറഞ്ഞ കാര്യം സത്യം. മൊബൈൽ ഫോൺ വന്നപ്പോ മൊബൈൽ ഫോൺ ഇതുപോലുള്ള കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. നിങ്ങൾ ചെയ്യണ അഴിമതികൾ, നിങ്ങൾ ചെയ്യുന്ന പ്രശ്നങ്ങളെല്ലാം തിരിച്ചറിയാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇവിടെ BJP വന്നതും നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും. നമ്മൾക്കറിയാം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് മൻമോഹൻ സിംഗ് അടക്കം പ്രധാനമന്ത്രി ആയിരുന്നപ്പോ ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ മൻമോഹൻ സിംഗ് എങ്ങനെയാണ് നിന്നിരുന്നത്, ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് ഈ മൊബൈൽ ഫോൺ വഴി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഉണ്ടായപ്പോ, തിരിച്ചറിവുണ്ടായപ്പോ, ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടായപ്പോ 54 വർഷത്തെ നിങ്ങൾ 54 വർഷം ഇന്ത്യ ഭരിച്ചിട്ട് ഇന്ത്യക്ക് എന്ത് നൽകി എന്ന് ജനങ്ങൾ ചിന്തിച്ചത് കൊണ്ടാണ് ഈ 10-15 വർഷമായിട്ട് ഇവിടെ നരേന്ദ്രമോദിജി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും 4 സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണം ചുരുങ്ങിപ്പോയത് അതുകൊണ്ടാണ്. അപ്പൊ രമേഷ് പിഷാരടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇങ്ങനെ പൊക്കി പറയാൻ നേരത്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് കൊള്ളുന്നതെന്ന് രമേഷ് പിഷാരടി മനസ്സിലാക്കണം. കാരണം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക്
പിന്തുണ നൽകിക്കൊണ്ട് അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ണടച്ച് നിന്നത് കൊണ്ടാണ് ഇവിടെ ആ കാലഘട്ടത്തിൽ ഭീകരവാദികള് നമ്മുടെ മുംബൈ, ഡൽഹി പോലുള്ള തെരുവുകളിൽ അഴിഞ്ഞാടിക്കൊണ്ടിരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ വ്യക്തി ഭാവി പ്രധാനമന്ത്രിയായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ടത്തരങ്ങൾ സ്ഥിരം എഴുന്നള്ളിക്കുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ പറയണ മൊബൈൽ ഫോൺ വഴി, നിങ്ങൾ പറയണ ടെക്നോളജി വഴി ജനങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ആ പ്രതിപക്ഷ സ്ഥാനത്ത് മാത്രമായിട്ടിരിക്കാൻ കഴിയണത്. ഇപ്പൊ ചെറുപാർട്ടികളുടെ പുറകെ നടന്ന ഇന്ത്യ സഖ്യം എന്നുള്ള തരത്തില് പല സഖ്യങ്ങൾ രൂപീകരിക്കാൻ ശ്രമിച്ച അവസ്ഥകൾ മനസ്സിലായി. കൂടെ ഉണ്ടായിരുന്ന DMKയുടെ അവസ്ഥ എന്താണ്, തൃണമൂലിന്റെ അവസ്ഥ എന്താണ്, എല്ലാരും പല വഴിക്കായിട്ടുണ്ട്. ചിലവർ BJPക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാർ ചിലപ്പോ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ 54 വർഷമൊക്കെ എടുത്തെന്ന് വരും. പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിഷാരടി, ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടന കുറെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അന്ന് ഉണ്ടായ സംഘടന, എന്തിനു നിങ്ങളുടെയൊക്കെ അതുകൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യ സമര സേന ഉള്ളത് കൊണ്ട് തന്നെയാണ് പട്ടേലിനെ പോലെ ആൾക്കാരെ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സർക്കാർ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ നിർമ്മിക്കുകയും അത് രാഷ്ട്രത്തിന്റെ മൂലധനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അത് തിരിച്ചറിയണം, അതും മനസ്സിലാക്കണം. ഏതായാലും കൈയടിക്കാനും ഡെസ്കിലടിക്കാനും കമന്റ് ചെയ്യാനൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ ചില കാര്യങ്ങൾ നേരത്തെ മറുപടി പറയാതെ നിവൃത്തിയില്ല. താങ്ക് യു. ഏറ്റവും കൊട്ടിഘോഷിക്കപ്പെട്ടു ഹെൽത്ത് ഇൻഷുറൻസ് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിലുള്ള ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന പദ്ധതി 25 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയുന്നു. വകയിരുത്തിയത് 10 കോടി രൂപ. കേരളത്തില് 90 ലക്ഷം കുടുംബങ്ങളുണ്ട്. ഈ വകയിരുത്തിയ തുകയുടെ ആനുപാതികം ഒന്ന് പരിശോധിച്ചാൽ 11 രൂപയാണ് ഒരു കുടുംബത്തിന്. അതേ 2 പദ്ധതികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. വയോജനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ എത്ര മാറ്റിവെച്ചു എന്ന് കണ്ടു. 11 രൂപ ഹെൽത്ത് പദ്ധതിക്ക് കൊടുക്കും. ഈ സ്വപ്ന പദ്ധതികളെല്ലാം നടപ്പിലാക്കിയിരുന്നെങ്കിൽ, നാളിതുവരെ ഈ ഭരിച്ചവർ നടപ്പിലാക്കിയിരുന്നെങ്കിൽ കേരളം ഒരു സ്വർഗരാജ്യമായേനെ. ഇവിടെ ഈ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ ഒരു തുകയും ഈ പറയുന്ന ബഡ്ജറ്റിൽ അദ്ദേഹം കണ്ടെത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് വയോജന ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്. അതിന് മാറ്റിവെച്ച തുക എത്രയാണ്? 10 കോടി രൂപ. അതേസമയം ഗ്ലോബൽ ഫർണിച്ചർ മാർട്ടിനും മാറ്റിവെച്ചത് 10 കോടി രൂപ. അപ്പോൾ വയോജനങ്ങളെയും ഈ ഗ്ലോബൽ ഫർണിച്ചർ മാർട്ടിനെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം അവകാശപ്പെടുന്ന ഭാരതത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ വകുപ്പ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന ആ വകുപ്പിന് അദ്ദേഹം അനുവദിച്ചിട്ടുള്ള തുക കേവലം 10 കോടി രൂപ മാത്രമാണ്. ഏറ്റവും കൊട്ടിഘോഷിക്കപ്പെട്ടു ഹെൽത്ത് ഇൻഷുറൻസ് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിലുള്ള ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന പദ്ധതി 25 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയുന്നു. വകയിരുത്തിയത് 10 കോടി രൂപ. കേരളത്തില് 90 ലക്ഷം കുടുംബങ്ങളുണ്ട്. ഈ വകയിരുത്തിയ തുകയുടെ ആനുപാതികം ഒന്ന് പരിശോധിച്ചാൽ ഒരു കുടുംബത്തിന് 11 രൂപയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിക്ക് കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട VD സതീശൻ ജി, നിങ്ങൾ എന്ത് ചർച്ച ചെയ്യാൻ അവിടെയൊക്കെ പോയിട്ട്? ഞാൻ BJP ഇതര മുഖ്യമന്ത്രിമാർ ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് വലിയ സമ്മർദ്ദത്തിലാക്കുന്നു മോദി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി കാര്യങ്ങൾ നേടാൻ. മറ്റുള്ള BJP ഇതര സർക്കാരുകൾ ഇതുപോലത്തെ കാപട്യം വേറെയില്ല. പച്ചക്കള്ളമാണ്, ഒന്നും നടക്കില്ല. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇതിനൊന്നും ഒരു അടിസ്ഥാനമേ ഇല്ല. കാരണം അവിടെയെല്ലാം PM3 നടപ്പായിട്ട് 2-3 വർഷം കഴിഞ്ഞു. ഇവിടെ ഉച്ചക്കഞ്ഞിക്കുള്ള വകുപ്പില്ല. രക്ഷിതാക്കളാണ്, പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷനാണ്, മറ്റ് പല മഹാഭൂരിപക്ഷ സ്കൂളുകളിലും കഞ്ഞിയും പയറും കൊടുക്കുന്നത്. നല്ല ഒന്നാന്തരം പോഷകാഹാരം കൊടുക്കാനുള്ള അവസരം കയ്യിലുണ്ടായിട്ട് അത് കളഞ്ഞു പൊളിച്ചിട്ട് ഞാൻ BJP ഇതര മുഖ്യമന്ത്രിമാരെ കണ്ട ഒരു കോർഡിനേഷൻ ഉണ്ടാക്കും. വെറും തട്ടിപ്പാണ്. ഇതാരും വിശ്വസിക്കാൻ പോകുന്നില്ല. PM3 നടപ്പാക്കും, NEP നടപ്പാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ല, ഇന്ത്യ പഠിക്കുന്നത് കേരളം പഠിക്കും, ഇന്ത്യ പഠിപ്പിക്കുന്നത് കേരളം പഠിപ്പിക്കും. അത് VD സതീശനല്ല ആര് വിചാരിച്ചാലും അത്തരം ധിക്കാരപരമായ ഒരു കാര്യവും